പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കനാവിലെ കല്യാണത്തിൻ്റെ ശൂന്യമാകുന്ന അല്ലെങ്കിൽ ആ വീടിൻ്റെ സന്തോഷ സമയങ്ങൾ പെട്ടെന്ന് നിന്നു പോകാവുന്ന ഒരു സമയത്ത് നിൽക്കുമ്പോൾ, അങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയ യേശുവിനോട് വന്ന് സംസാരിക്കുന്നു. അതിനുശേഷം യേശുവിൻ്റെ അമ്മ അവിടെയുള്ളവരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവിൻ. അടുത്ത വാക്യത്തിൽ 6-ാം വാക്യത്തിലാണ് അവിടെ കാണുന്നത്, യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. അടുത്തതിൽ പറയുന്നു, യേശു പറയുന്നത് ഈ കൽപാത്രത്തിൽ വെള്ളം നിറപ്പിൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനത്തിലൂടെ കൈമാറുന്ന ഈ ചെറിയ സന്ദേശം, ഈ ദൈവിക ശബ്ദം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഇതിനകത്തൊരു വാക്കാണ് എന്നെ വല്ലാതെ സ്പർശിച്ചത്. ശുദ്ധീകരണ നിയമം, അല്ലെങ്കിൽ അതിൻ്റെ പരിഭാഷകൾ ഒന്ന് പരിശോധിച്ചാൽ സെറമണിയൽ എന്നൊരു വാക്ക് അതിനകത്ത് കാണാം. ആചാരപരമായ കാര്യം, യഹൂദന്മാരുടെ ആചാരമായിരുന്നു. ആ ആചാരത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ശുദ്ധീകരണ നിയമം, ആ ആചാരപ്രകാരമുള്ള 6 കൽപാത്രം. ഒന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ, ഈ ആചാരത്തിന് വേണ്ടി അല്ലാതെ, ഈ ശുദ്ധീകരണത്തിനല്ലാതെ ഈ 6 കൽപാത്രങ്ങളെ വേറെ ഒന്നിനും എടുക്കാറില്ല. മാറ്റി വെച്ചിരിക്കപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷെ എന്ന് വിചാരിച്ച് അത് എന്നേക്കുമായിട്ട് ഒഴിവാക്കപ്പെട്ടതല്ല. ആ പ്രത്യേക സന്ദർഭത്തിൽ മാത്രം എടുക്കപ്പെടേണ്ടത്. പക്ഷേ യേശു വന്ന് പറയുകയാണ്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. ആ ഒരു വിഷയത്തിന് വേണ്ടി, അല്ലെങ്കിൽ യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച്, അവരുടെ ആചാരം അനുസരിച്ച് ചെയ്യുന്ന ആചാരത്തിൻ്റെ മേൽ യേശു ക്രിസ്തു തൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്നത് കാണുവാൻ പറ്റും. ഉപയോഗിക്കപ്പെടുന്നു, എന്നാൽ തന്നെയും വല്ലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുവാനായി മാനുഷിക നിയമപ്രകാരം മാറ്റപ്പെട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനനുസരിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നതിനെ ഇതാ യേശു പറയുകയാണ്, ഞാൻ ആ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുകയാണ്, ഞാൻ ആ ആചാരത്തിൻ്റെ തലങ്ങളെ മാറ്റുകയാണ്. യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം എന്ന വാക്കിനെ ഈ 6 കൽപാത്രങ്ങളുടെ മുകളിൽ നിന്നും ഞാൻ മേലെഴുത്തിനെ പൊളിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യണം? ഈ കൽപാത്രങ്ങളിൽ നിറയ്ക്കണം. യേശുവിൻ്റെ വാക്ക് കേട്ടു അവരതിനെ വക്കോളം നിറച്ചു. നോക്കുക, ശരിക്കും ആ ഒരു കാര്യത്തിനല്ലാതെ, ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിനല്ലാതെ എടുക്കാൻ പാടില്ലാത്ത പാത്രങ്ങൾ മാറ്റിവെച്ചതിനെ, ആ നിയമത്തെ അല്ലെങ്കിൽ ആ മേലെഴുത്തിനെ, 6 കൽപാത്രങ്ങളുടെ മീതെ കിടക്കുന്ന ഒരു മേലെഴുത്തുണ്ട്, ആ മേലെഴുത്തിനെ മാറ്റിയിട്ട് പകരം യേശു പറഞ്ഞ വാക്കിൻ്റെ മുൻപിൽ അവരത് ചെയ്യുമ്പോൾ, വക്കോളം നിറച്ചു കൊടുക്കുമ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ ഒരു വിരുന്നുവാഴിക്ക് കൊടുക്കുക. ഒരിക്കലും ഇത് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പാത്രമാണ്. പക്ഷെ മേലെഴുത്ത് മാറിയപ്പോൾ അതിൻ്റെ ഫങ്ഷൻ മാറി, അതിൻ്റെ രീതി മാറി, അതിൻ്റെ ചരിത്രം മാറി. നമ്മുടെ കരത്തിലിരിക്കുന്ന തിരുവചനത്തിൽ 6 കൽപാത്രങ്ങൾ ശുദ്ധീകരണത്തിൻ്റെ കൽപാത്രമെന്നല്ല പിന്നീട് നാം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഇന്നും അത് ഒരു കാനാവിലെ കല്യാണ വീട്ടിൻ്റെ വിരുന്നിൻ്റെ ആഘോഷത്തിന്, ഇരട്ടി സന്തോഷത്തിന് കാരണമാകപ്പെട്ട 6 പാത്രം എന്ന മേലെഴുത്തിലേക്ക് അത് മാറി. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് മീതെ ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക സന്ദർഭത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെട്ട് മാറ്റി വെക്കപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കുടുംബമാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരുമാകട്ടെ, നിന്റെ മുകളിലുള്ള മേലെഴുത്തുകളെ മാറ്റിക്കൊണ്ട് മനുഷ്യനിട്ടിരിക്കുന്ന സകല മേലെഴുത്തുകളെയും എല്ലാവിധ കസ്റ്റം അല്ലെങ്കിൽ ഒരു ആചാരപരമായിട്ടുള്ള ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന നിന്നെ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ എന്ത് ചെയ്യുകയാണ്? നിങ്ങളുടെ മേലെഴുത്ത് മാറ്റുകയാണ്. മേലെഴുത്ത് മാറ്റുകയാണ്. ഒരു കാര്യം ഓർക്കുക, ഇന്നെ കേൾക്കുന്ന അനേക ദൈവമക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഒരു കാലത്ത് പിശാച് എന്ന പിതാവിൻ്റെ മക്കളെന്നുള്ള മേലെഴുത്തുണ്ടായിരുന്ന സ്ഥാനത്ത് നമ്മെ രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനമെന്ന മേലെഴുത്ത് തന്ന മക്കളെന്നുള്ള അവകാശത്തിനകത്തേക്ക് കയറ്റിയിരിക്കിയാൽ ഉറപ്പിക്കുക, ഒരു കൽപാത്രത്തിൻ്റെ മേലെഴുത്ത് മാറ്റിയ ആ യേശുവിന് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേലെഴുത്ത് മാറ്റപ്പെട്ടതാണ്. ഇനി ആരെങ്കിലും ഈ വചനത്തിൻ്റെ മുൻപിൽ അങ്ങനെ നിങ്ങളുടെ മേലെഴുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ യേശു ക്രിസ്തു
മേലെഴുത്തുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഇന്ന് പറയുക, കർത്താവേ എൻ്റെ മേലെഴുത്ത് മാറ്റുവാൻ നിനക്ക് കഴിയും. എൻ്റെ മുകളിലുള്ള എന്നെ ഒഴിവാക്കി എന്നെ മാറ്റി നിർത്തി വെച്ചിരിക്കുന്ന സകല മേലെഴുത്തുകളും മാറ്റുന്ന നിന്നെ എൻ്റെ വീട്ടിനകത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങുക. നിങ്ങൾ ഹൃദയം വിട്ടുകൊടുക്കുക. അതിനായിട്ട് നിങ്ങളെ തന്നെ ഒരുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരിക്കലൂടെ പറയുന്നു, കൽപ്പാത്രത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ കൽപ്പാത്രത്തിൻ്റെ സിസ്റ്റത്തിനകത്തുണ്ടായിരുന്ന യഹൂദന്മാരുടെ സിസ്റ്റത്തിനകത്തുണ്ടായിരുന്ന മേലെഴുത്ത് മാറ്റി പുതിയ കാര്യം എൻ്റെ യേശു ചെയ്തെങ്കിൽ നിങ്ങളുടെ മേലുള്ള മേലെഴുത്തുകളെ മാറ്റി പുതിയത് ചെയ്യാൻ, ഇതുവരെ ചെയ്യാത്തത് ചെയ്യാൻ എൻ്റെ കർത്താവ് നിങ്ങളെ സഹായിക്കും. കർത്താവ് അതിനായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.